ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഉമ്മുസ്രജു ആണ്. ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്, എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമം, അതായത് പ്രതികരിക്കാഞ്ഞിട്ടുള്ള വിഷമം, എന്തെങ്കിലും പറയാഞ്ഞിട്ടുള്ളൊരു വിഷമല്ലേ, അങ്ങനെ ഒരു വിഷമം. അതായത് സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാമോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ ഇന്ന് വരെ എനിക്ക് അതിനൊന്നും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം നടക്കുന്ന സംഭവം, അതായത് മനാഫ്കയുടെ പേര് വെച്ച് അർജുൻ ഫാമിലി ഇവർ തമ്മിലുള്ള ചളിവാരി എറിയൽ, അർജുൻ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഒരുപാട് സൈബർ ആക്രമണവും അതും ഇതുമായിട്ട് ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. 72 ദിവസം അവിടെ അയാളുടെ എല്ലാ ചുറ്റുപാടും മാറ്റി വെച്ചിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് നിന്ന ആ വ്യക്തിയെക്കുറിച്ചാണ് ഇന്നലെ അർജുൻ്റെ വീട്ടുകാർ അത്രയും മോശമായ രീതിയിൽ, അതായത് നന്ദി കെട്ട രീതിയിൽ സംസാരിച്ച്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമ്മളൊക്കെ ഇത് കേട്ടും കണ്ടും നിൽക്കുന്നവരാണല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, ഇന്നലെ അവരുടെ പെങ്ങൾ പറയുന്നുണ്ട്, അവരുടെ ഫാമിലി മൊത്തം പറയുന്നുണ്ട്, നമ്മുടെ നാട്ടുകാരും അല്ലെ മറ്റുള്ളവരും തന്ന സഹായങ്ങൾ വേണ്ട, സഹായം അവർക്ക് ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാനൊരു കാര്യം പറയാം കേട്ടോ, നിങ്ങളൊക്കെ അഭിപ്രായം പറയണേ. ആ ലേഡിക്ക് ഗവൺമെൻറ് കൊടുത്തൊരു ജോലി ഉണ്ടല്ലോ, ആ ജോലി തിരിച്ചു വാങ്ങണം. അവർക്ക് അതിന് അർഹതയില്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ അർഹത ഇല്ലാത്ത ആ ജോലിയിൽ അവർ ഇനി ജോലി തുടരാൻ പാടില്ല. അതുമല്ല, ആ പെൺകുട്ടി സ്വന്തം ഭർത്താവ് മരണപ്പെട്ടിട്ട് അതിനെ കിട്ടുമോ ഇല്ലേ, ദിവസങ്ങളേ ആയിട്ടുള്ളൂ. നമ്മളൊക്കെ പൊതുവേ നമ്മളെ വീട്ടിലൊരാൾ മരണപ്പെട്ടാൽ ഒരു എന്തായാലും ഒരു 40-50 അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മാസമെങ്കിലും എടുക്കും. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് കേരള ജനങ്ങൾ മൊത്തം ലോകം മൊത്തം നോക്കി നിൽക്കുന്ന ഒരു സംഭവം, ആ സംഭവം നടന്നിട്ട്, അതായത് അർജുനെ കാണാതായി, മണ്ണിനടിയിൽ പെട്ടുപോയി, വെള്ളത്തിൽ പെട്ടുപോയി, മരിച്ചോ ഞാനൊക്കെ കരുതിയത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒഴുക്കിപ്പെട്ട് എന്താ പറയുക രക്ഷപ്പെട്ട് അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ ഏതിലെങ്കിലും വരും, ഷുവറായിട്ടും വരും, എന്നെങ്കിലും അയാൾ രക്ഷപ്പെട്ട് വരും എന്നൊരു മൈൻഡായിരുന്നു. പിന്നെ ആ സംഭവം നടന്ന ആ സമയത്തൊക്കെ എൻ്റെ ചെറിയ മോൻ വരെ ഓടി വരും, സ്കൂൾ വിട്ടാൽ ഓടി വന്നിട്ട് ചോദിക്കും, ഉമ്മ ഇന്ന് കിട്ടിയോ? അപ്പം ഇന്ന് കിട്ടിയില്ല. അടുത്ത ദിവസം ഇതേമാതിരി ചോദിക്കും, ഉമ്മ കിട്ടിയോ, അർജുനെ കിട്ടിയോ? അങ്ങനെ ഓരോ കുടുംബത്തിലെ അവസ്ഥ ഇതായിരുന്നു. ആ സമയത്ത് എല്ലാവരുടെ അവസ്ഥ ഇതായിരുന്നു. ഈ പയ്യനെ കിട്ടിയോ, ഇന്ന് കിട്ടുമോ, നാളെ കിട്ടുമോ? പിന്നെ അവസാനം എല്ലാവരും പ്രതീക്ഷയൊക്കെ ഇങ്ങനെ എന്താ പറയുക അസ്തമിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മുടെ വയനാട് വെള്ളം ഉരുൾപൊട്ടലും പ്രശ്നങ്ങളും വരുന്നത്. ആ സമയത്ത് എല്ലാവരും ശ്രദ്ധ അങ്ങോട്ടായി. അപ്പോഴും ഈ മനാഫ്ക്ക് അവിടെ നിന്നിട്ട് അയാൾ അതിലേക്ക് അങ്ങ് മുങ്ങി പോകുമോ എന്നുള്ള പേടിക്ക് അയാൾ ജനങ്ങളെ ശ്രദ്ധയും മീഡിയ എല്ലാം ആ വഴിക്ക് പോയാൽ പിന്നെ ഇത് ആകെ കയ്യിൽ നിന്ന് പോകുമെന്ന് കരുതിയിട്ട് അയാൾ അവിടെ നിന്ന് വീണ്ടും ഇതിനു വേണ്ടിയിട്ട് തന്നെ പ്രയത്നിച്ചൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് ഇന്ന് എന്താ പറയുക, അത്രത്തോളം ഇന്നലെ പത്രസമ്മേളനമൊക്കെ നടത്തിയിട്ട് ഈ ഭയങ്കര മോശമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിപ്പോയി. മനസ്സിന് വിഷമാണ്. മോശം എന്നതിലേറെ നമുക്കൊക്കെ ഇത് കണ്ട് കേട്ടറിയുമ്പം ഭയങ്കര വിഷമായി. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം മനാഫ്കയുടെ കാര്യത്തിൽ തന്നെ ഞങ്ങളുടെ മുക്കം ഓർഫനേജ് അവർക്ക് നല്ലൊരു സ്വീകരണം, ഒരു ആദരവ് കൊടുത്തിരിക്കുകയാണ് മനാഫ്കയ്ക്ക്. അപ്പോൾ ഞാൻ പറയാം, അളിയന് എന്താ പറയുക എയറിലും കയറി, എന്താ പറയുക മനാഫ്കയ്ക്ക് ഗോൾഡൻ ബട്ടനും കിട്ടിയ അവസ്ഥയായി. അതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇതേപോലെ ഉള്ള മനാഫ്ക പോലെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെയുള്ള ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ആദരിക്കുകയൊക്കെ വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ പറയുക, ആ അർജുൻ ഫാമിലിക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ, നല്ല വഴി കാണിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയോട് ചെയ്യുകയാണ്. എന്തായാലും അവർ പറഞ്ഞ വാക്കുകളെല്ലാം വളരെ മോശമായിപ്പോയി, വളരെ നന്ദികേടായിപ്പോയി. കാരണം കേരളത്തിലെ ആളുകളെ മൊത്തം ഈ ഒരു വിഷയത്തിൽ മറ്റ് നാട്ടിലുള്ള ആളുകൾ വരെ അത്ഭുതത്തോടെ നോക്കിയ ഒരു സംഭവത്തിനെയാണ് ഇവർ ഇങ്ങനെ, അതും ഈ മനാഫ്ക
ഈ അതായത് 72 ദിവസം ഒരു 50 ദിവസമായിട്ടെങ്കിലും അവർക്ക് ഈ പത്രസമ്മേളനം വിളിച്ചിട്ട് മനാഫ്ക ശരിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയായിരുന്നു. പക്ഷേ 72-ാം ദിവസം ആ വ്യക്തിയെ കിട്ടി, അത് മറമാടിയതിന് ശേഷം അധിക ദിവസം പോലും ആയിട്ടില്ല, അപ്പോത്തിന് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു. ഭയങ്കരം തന്നെ, ഭയങ്കര മോശമായിട്ട്, അതിലേറെ സങ്കടം. എന്ത് മനുഷ്യരായി ഇവരെന്ന് തോന്നിപ്പോയി. ഇത്രയൊക്കെ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കിതിന് ഇത്രയും ഫീലിങ്. അതായത് നമ്മളൊരാൾക്ക് ഉപകാരം ചെയ്തിട്ട് ഉപദ്രവം കൂലിയായി കിട്ടുക എന്ന് പറയില്ലേ, അത് കിട്ടിയ അനുഭവം ഉള്ളതുകൊണ്ട് അതിൻ്റെ വേദന നല്ലോണം അറിയാം. അപ്പം മനാഫ്കയ്ക്ക് അത് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു ഭയങ്കര വിഷമം. അതിലേറെ ഇന്നിപ്പോൾ ഞാൻ മുക്കം ഓർഫനേജിൽ അവർക്ക് ആദരവും സ്വീകരണവും ഒക്കെ കൊടുത്ത് കണ്ടപ്പോൾ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, അത് പറയാൻ പറഞ്ഞു, മനാഫ്കയുടെ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എല്ലാവരും അത് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അയാൾ ആ യൂട്യൂബ് ചാനൽ കൊണ്ടൊന്നും ഒന്നും ഉണ്ടാക്കാൻ പോകുന്നുണ്ടാവില്ല സത്യത്തിൽ. കാരണം അയാൾ ആ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അതും ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ദാനം ചെയ്തോ എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ അയാളുടെ ഉള്ളിലുണ്ടാവും. അല്ലെങ്കിൽ ആ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ഈ വീട്ടുകാർ ഇതൊന്നും മനസ്സിലാക്കാതെ, അതും കുഞ്ഞു വിഷയം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ തെറ്റിദ്ധാരണ അല്ലെ ഈഗോ പ്രശ്നം, എന്നാലും കേരളത്തിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കുശുമ്പും ഇതൊക്കെ വരിക എന്ന് പറഞ്ഞാലല്ലേ ഭയങ്കര മോശമായി. നമ്മുടെ നാടിന് തന്നെ, കേരളത്തിന് തന്നെ അപമാനം ഉണ്ടാക്കിപ്പോയി ഈ ഫാമിലി. ഈ ഒരു വിഷയത്തിൽ അവർക്ക് അഭിമാനിക്കാനുള്ള സമയം അത് ഒരു അപമാനത്തിലേക്ക് വരുന്നല്ലേ എത്തിച്ച്. ഒന്നും പറയാനില്ല. മനാഫ്കക്ക് കട്ട സപ്പോർട്ട്. അർജുൻ്റെ ഫാമിലിക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.